ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിഷ്ണു യോഗയുടെ 26ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വിഷ്ണു യോഗയുടെ അവസാനത്തെ പാഠമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനമായും 4 കാര്യങ്ങൾ. 1 കാലഗണന, 2 ലോകാവസാനം, 3 ആനുകാലിക പ്രശ്നങ്ങൾ, 4 പരിഹാരങ്ങൾ എന്നിവയാണ്. ആദ്യത്തേത് കാലഗണനം. പ്രപഞ്ചത്തിലെ സമയത്തെ 4 യുഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു. 1 സത്യയുഗം, 2 ത്രേതായുഗം, 3 ദ്വാപരയുഗം, 4 കലിയുഗം. ഇനി ഇവയുടെ ഡ്യൂറേഷൻ എത്ര വീതമാണെന്ന് നോക്കാം. അതായത് ഇവ എത്ര വർഷം വീതമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സത്യയുഗം എന്ന് പറയുന്നത് 1700 വർഷം, ത്രേതായുഗം 2400 വർഷം, ദ്വാപരയുഗം 3600 വർഷം, കലിയുഗം 4800 വർഷം. ഈ 4 യുഗങ്ങളും കൂടെ ചേരുന്നതാണ് ഒരു ചതുർയുഗം. ഒരു ചതുർയുഗത്തിനെ ഒരു മഹായുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മഹായുഗം എന്ന് പറയുന്നത് ഇവയെല്ലാം കൂടെ ചേർന്ന് 12,000 വർഷമാണ്. അങ്ങനെ 1000 മഹായുഗങ്ങൾ ചേരുമ്പോൾ ഭൂമി ജനിക്കുന്നു. 1000 മഹായുഗങ്ങൾ ചേരുമ്പോൾ ഭൂമി മരിക്കുന്നു. ഭൂമി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ജനിക്കുക എന്നാണ്. അതായത് ജലത്തിൽ നിന്ന് ഏകകോശ ജീവിയ അമീബ മുതൽ പരിണാമത്തിലൂടെ ഇന്ന് നാം കാണുന്ന മനുഷ്യനിൽ വരെ എത്തിച്ചേരുക എന്ന പ്രക്രിയയാണ്. ഇത് സംഭവിക്കാൻ 1000 മഹായുഗങ്ങൾ വേണ്ടി വരുന്നു. വീണ്ടും ഈ ജീവജാലങ്ങളെ മരിച്ച് ഭൂമി ബ്രഹ്മത്തിൽ ലയിക്കാൻ 1000 മഹായുഗങ്ങൾ വേണ്ടി വരുന്നു. അങ്ങനെ 1000 കൂടെ ചേർന്ന് 2000 മഹായുഗങ്ങൾ കൊണ്ട് ഭൂമി ഒരു പ്രാവശ്യം ജനിച്ച് മരിക്കുന്നു. ഇത് വർഷങ്ങളിൽ കണക്കാക്കിയാൽ, അതായത് 2000 മഹായുഗങ്ങൾ വർഷങ്ങളായിട്ട് കണക്കാക്കിയാൽ അത് 2,40,00,000 വർഷങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2,40,00,000 വർഷങ്ങൾ കൊണ്ട് ഭൂമി ഒരു പ്രാവശ്യം ജനിച്ച് മരിക്കുന്നു. ഇത് ഭൂമിയിലെ മാത്രം കണക്കാണ്. പക്ഷെ ഭൂമി മാത്രമല്ലല്ലോ പ്രപഞ്ചത്തിലുള്ളത്. ഭൂമിയെ കൂടാതെ ഗ്രഹങ്ങളെ, നക്ഷത്രങ്ങളെ, സൂര്യന്, ചന്ദ്രൻ ഇവയെല്ലാം ഉണ്ട്. ഇവയെല്ലാം ജനിക്കുകയും മരിക്കുകയും ചെയ്യും. നക്ഷത്രങ്ങളൊക്കെ ഭൂമിയിൽ നിന്നും കോടാനുകോടി പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സെലസ്റ്റിയൽ ബോഡീസ് ആണ്. അപ്പൊ ഇവയെല്ലാം ജനിക്കാനും മരിക്കാനും അതിൻ്റെതായ സമയമെടുക്കും. മൊത്തത്തിൽ ഈ പ്രപഞ്ചം ഒരു പ്രാവശ്യം ജനിച്ച് ഒരു പ്രാവശ്യം മരിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 864 കോടി വർഷമാണ്. ഈശ്വരന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ, ഈ പ്രപഞ്ചത്തെ സംഹരിക്കാനും വേണ്ടി വരുന്ന സമയമാണ് 864 കോടി വർഷങ്ങൾ. ഇതാണ് കാലഗണനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള ലോകാവസാനത്തെ പറ്റിയാണ്. ഇത് നമുക്കറിയാം കലിയുഗമാണ്. കലിയുഗം 4800 വർഷങ്ങളാണുള്ളത്. 4800 വർഷങ്ങൾ, ഇനി 20 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാവും. ഭൂമിയുടെ 99% ഭാഗവും പ്രളയത്തിൽ മുങ്ങും. ഹിമാലയം പോലെയുള്ള പുണ്യ ഭൂമികൾ മാത്രം ബാക്കി വരും. അവിടെ യോഗീശ്വരന്മാർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത സത്യയുഗമാണ്. സത്യയുഗത്തിലെ യോഗീശ്വരന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവർക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടേ, ലോകാവസാനത്തിൽ മറ്റൊന്ന് പഠിക്കുന്നത്, എല്ലാ യുഗത്തിന്റെ അവസാനം ഭഗവാൻ നാരായണൻ അവതരിക്കുക. അതായത് ഏകദൈവവും പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനുമായ ഭഗവാൻ നാരായണൻ അവതരിക്കുന്നു, അവതാരങ്ങൾ എടുക്കുന്നു. അദ്ദേഹം മൊത്തം 24 അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ 20 അവതാരങ്ങൾ സത്യയുഗത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ത്രേതായുഗത്തില് ഭഗവാൻ രാമനായി അവതരിച്ചു. ദ്വാപരയുഗത്തിൽ കൃഷ്ണനായി, കലിയുഗത്തിലെ കൽക്കിയായും അവതരിച്ചു കഴിഞ്ഞു. അതുപോലെ ഭഗവാൻ വന്ന് ഓരോ തവണ ദേഹത്യാഗം ചെയ്ത് മടങ്ങി പോകുമ്പോൾ ആ യുഗം തീരുകയും ഭൂമി പ്രളയത്തിൽ മുങ്ങുകയാണ് പതിവ്. ത്രേതായുഗത്തിൽ സംഭവിച്ചു, ദ്വാപരയുഗത്തിലും സംഭവിച്ചു, ഇനി കലിയുഗത്തിലും സംഭവിക്കും. ഇതുകൂടാതെ തന്നെ ഭഗവാൻ ഓരോ തവണ അവതാരം എടുക്കുമ്പോഴും യുദ്ധം ഉറപ്പാണ്. ത്രേതായുഗത്തില് രാമരാവണ യുദ്ധവും, ദ്വാപരയുഗത്തില് കുരുക്ഷേത്ര യുദ്ധവും, കലിയുഗത്തിൽ ഇനി 3ാം ലോക മഹായുദ്ധവും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഭഗവാൻ ഭൂമിയിൽ കൽക്കിയായിട്ട് അവതരിച്ചു കഴിഞ്ഞ്, ഈ കൽക്കി എന്ന് പറയുന്ന ഊർജ്ജമാണ്. കഴിഞ്ഞ 62 വർഷമായി ഈ ഊർജ്ജം ഈ ഭൂമിയിൽ എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് മനുഷ്യരിൽ 62 വർഷമായി ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും കൽക്കിയായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. ഇന്ന് 1000 കോടി കൽക്കികളുണ്ട്. ഇതിൽ 330 കോടി, അതായത് 33% ആളുകൾ ദേവകൽക്കികളാണ്. 33% ആളുകൾ എന്ന് പറഞ്ഞാൽ വീണ്ടും 330 കോടി മനുഷ്യരെന്ന് പറഞ്ഞ അസുരകൽക്കികളാണ്. 34% എന്ന് പറഞ്ഞാൽ 340 കോടി മനുഷ്യര് ബ്രഹ്മകൽക്കികളാണ്. ദേവകൽക്കികൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെയും അവിടുത്തെ 24 അവതാരങ്ങളെയും ആരാധിക്കുന്നവരാണ്, പോസിറ്റീവ് എനർജി ഉള്ളവരാണ്. അസുരകൽക്കികൾ എന്ന് പറയുന്നത് സംഹാരമൂർത്തിയായ ശിവനെയും അവിടുത്തെ 1,24,000 ഭൂതഗണങ്ങളെയും ആരാധിക്കുന്നവരാണ്. അവർ നെഗറ്റീവ് എനർജി ഉള്ളവരാണ്. ബ്രഹ്മകൽക്കികൾ എന്ന് പറയുന്നത് അവർ ബ്രഹ്മത്തിലുള്ള, അതായത് ഭൂമിയിലുള്ള സകല സൃഷ്ടികളെ ആരാധിക്കുന്ന ബഹുദൈവ ആരാധകരാണ്. അവർ 33 കോടി ദൈവങ്ങളെയും
ദൈവ ദേവതകളെയും 33 കോടി ദേവന്മാരെയും ദേവന്മാരെയും ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്നവരാണ്. എങ്കിലും ഇന്ന് കലിയുഗത്തിന്റെ അവസാനം ഭൂമിയിലെ മൊത്തം 1000 കോടി മനുഷ്യരില് 67% ആൾക്കാരും അധർമ്മികളായിട്ട് മാറിയിരിക്കുകയാണ്. 33% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഭക്തന്മാരായിട്ട് ജീവിക്കുന്നത്, നന്മയുടെ വഴിയിലൂടെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിലൂടെ ജീവിക്കുന്നവരെ. ബാക്കി 67% ആളുകൾ അധർമ്മികളും ആദതായികളും മ്ലേച്ഛന്മാരുമാണ്. അവർക്ക് കാര്യമായ ഭക്തിയൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് തന്നെ 3-4 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, ഭക്തന്മാരെ രക്ഷിക്കാനും, രണ്ടാമത്തേത് ദുഷ്ടന്മാരെ നശിപ്പിക്കാനും, മൂന്നാമത്തെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും, നാലാമതായിട്ട് യുഗം അവസാനിപ്പിക്കുക. ഇതാണ് ഭഗവാന്റെ മിഷൻ അഥവാ ദൗത്യം. ഇനി നമുക്ക് പഠിക്കാനുള്ള ആനുകാലിക പ്രശ്നങ്ങൾ. ഇന്ന് ഭൂമിയിൽ ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധങ്ങളുണ്ട്, പിന്നെ പ്രകൃതി ദുരന്തങ്ങള്, അതുപോലെ ജാതിമത വിദ്വേഷങ്ങള്, കൊലപാതകങ്ങള്, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത്. ഇതിനൊരു കയ്യും കണക്കുമില്ല. എത്ര പറഞ്ഞാലും തീരാത്ത പോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ പ്രധാനമായിട്ട് ആരംഭിച്ച് 2004 അവസാനമാണ്. 2004 ഡിസംബർ 26-ാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് സുനാമിയെ കുറിച്ച് കേട്ടത്. അതിനു മുമ്പ് ഭൂകമ്പങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. നിങ്ങൾ സുനാമി വന്നത് 2004 ഡിസംബർ 26-ാം തീയതിയാണ്. സുനാമിയിൽ കൂടെ ഏകദേശം 2 ലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാ വർഷവും പല സ്ഥലങ്ങളിലും തുടർച്ചയായിട്ട് പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങള്, പ്രത്യേകിച്ച് 2022 തൊട്ട് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായി. 2023 ഒക്ടോബർ 7 മുതൽ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഇങ്ങനെ യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് ലോകാവസാനത്തിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം നമുക്ക് പ്രത്യേകം എടുത്തു പറയണം. അതായത് നമ്മുടെ കേരളത്തിന്റെ കാര്യം. കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടാണ്, കൽക്കിരാമന്റെ സ്വന്തം നാടാണ്. കേരളത്തില് മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇതിനൊരു കാരണമുണ്ട്. കാരണം കേരളത്തിൽ 67% ആളുകൾ ആസുരിക സ്വഭാവമുള്ളവരാണ്, അസുര കൽക്കികളാണ്. ഇവര് കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളിൽ പെട്ടുകിടക്കുന്നവരാണ്. അതുപോലെ തന്നെ അവരിലെ ഒരുപാട് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് ഇവർ അനുഭവിക്കുന്നത്. അത് ഒരാൾ തെറ്റ് ചെയ്താൽ പരക്കെയുള്ളവർ എല്ലാം അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. പ്രധാനമായിട്ടും കേരള ജനതയുടെ ഒരു 67% ആൾക്കാരുടെ ഒരു സ്വഭാവം, ആസുരിക സ്വഭാവം ഇതാണ്. ഒന്ന്, മത അസഹിഷ്ണുത. ഭയങ്കര അസഹിഷ്ണുതയാണ്. മതങ്ങൾ തമ്മിൽ എപ്പോഴും തർക്കങ്ങളും വഴക്കുകളും അതിന്റെ പേരിൽ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ പണത്തിനുള്ള അത്യാർത്തി. കേരളക്കാരുടെ ഭൂരിപക്ഷ ആൾക്കാർക്കും പണത്തിനോട് ഭയങ്കര ആർത്തിയാണ്. മനുഷ്യന് ഓട്ടമാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, പണം സമ്പാദിക്കുന്നു. ആരും ചിന്തിക്കുന്നില്ല നാളെ ഈ പണം കൊണ്ട് നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ, അതോ നമ്മൾ ഉണ്ടാക്കിയ വീടും നമ്മുടെ വസ്തുക്കളും നമ്മുടെ കൂടെ സ്ഥിരമായി ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല. എല്ലാവരും ധനം സമ്പാദിക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പം പണത്തിനുള്ള അത്യാർത്തി, ദൈവനിന്ദ, സജ്ജനനിന്ദ, ഗുരുനിന്ദ, സ്ത്രീപീഡനം, ശിശുപീഡനം, അഴിമതി, പ്രകൃതി വിരുദ്ധ പീഡനം, പിടിച്ചുപറി, മോഷണം, കൈക്കൂലി, അമിതമായ സ്വാതന്ത്ര്യമോഹം. ഒരുപാട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് കേരളീയർ. അവിടെ ഒരു കൂട്ടുകുടുംബം ഒരിക്കലും നടക്കത്തില്ല. അവിടെ അണുകുടുംബങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് മറ്റൊരു സംസ്ഥാനത്ത് ഇല്ലാത്ത കാര്യമാണ്. അഴിമതി, പിടിച്ചുപറി, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ നടക്കുന്നത്. ഇതിനേക്കാൾ എല്ലാം ഉപരി മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന രീതി കേരളത്തിൽ ഏറ്റവും കൂടുതലാണ്. പിന്നെ മതേതര സ്വഭാവം, ദൈവനിഷേധ സ്വഭാവം, പ്രബുദ്ധരാണെന്ന് പറയുന്നതേ ഉള്ളൂ, യാതൊരു ബുദ്ധിയും വിവരവുമില്ല, ജ്ഞാനമില്ല, നിരീശ്വരവാദമുണ്ട്, മാംസഭക്ഷണത്തിനോട് അമിതമായ ആർത്തിയുണ്ട്. ഇതെല്ലാം ധർമ്മവിരുദ്ധമാണ്. അതായത് ഈശ്വരന്റെ ധർമ്മത്തിനനുസരിച്ചല്ല ഈ ജീവിതം പോകുന്നത്. ഭഗവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഏത് രീതിയിൽ ജീവിക്കണമെന്ന് ഭഗവാന്റെ ഒരു കണക്കുണ്ട്. പ്രപഞ്ചത്തിനൊരു തത്വമുണ്ട്. ആ തത്വത്തിനനുസരിച്ച് ജീവിക്കുന്നതല്ല ഇവർ അധർമ്മത്തിന്റെ വഴി പിടിച്ചിരിക്കുകയാണ്. ധർമ്മമാർഗത്തിലേക്ക് മനുഷ്യൻ വരുന്നില്ല. ഈ അധർമ്മികള് ധർമ്മത്തിൽ ജീവിക്കുന്നവരെ പോലും ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഹൈജാക്ക് ചെയ്ത് തന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ഇവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ തന്നെ സ്വയം കൊണ്ടുവരുന്നതാണ്. നമ്മുടെ അമ്മയാണ് വസുന്ധരാദേവി, അതായത് ഭൂമിദേവി അമ്മ കുലുങ്ങിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പൊ അമ്മയും അച്ഛനും എല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മുഴുവൻ സംഭവങ്ങളും. കേരളത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഇതിനെല്ലാം കാരണം കേരളത്തിലെ ആൾക്കാരുടെ മനോഭാവവും മൈൻഡ് സെറ്റും അവരുടെ സ്വഭാവമാണ്. അവർ ചെയ്യുന്നതൊന്നും ധർമ്മത്തിലുള്ള കാര്യങ്ങളല്ല, അധർമ്മ മാർഗത്തിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ ദൈവം കൊടുക്കുന്ന ശിക്ഷ, നമ്മുടെ അച്ഛനും അമ്മയും പിതാവായ നാരായണനും അമ്മയായ ഭൂമിദേവിയും കൂടി കൊടുക്കുന്ന ശിക്ഷകളാണ് ഇതെല്ലാം. ഇതിൽ നിന്ന് നമുക്ക് പരിഹാരം വേണമെങ്കിൽ ഒരേ ഒരു പരിഹാരമുള്ളൂ, നമ്മൾ ഭക്തി മാർഗത്തിലേക്ക് തിരിച്ചു വരിക.
ഇതാണ് ഏക പരിഹാര മാർഗം, വേറൊന്നുമില്ല. ഈശ്വര ചിന്ത ഇതൊന്നേ മനുഷ്യന് ശാശ്വതമേ മൂലകൾ. കാരണം നമ്മൾക്ക് ചുറ്റുമുള്ളത് നമ്മുടേതെന്ന് കരുതുന്ന വസ്തുക്കളെല്ലാം നമുക്ക് നശിച്ചു പോകും. നമ്മളൊരു മായയിൽപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ ഏതൊരു വസ്തുവാണ് നശിച്ചു പോകുന്നത്, ആ വസ്തുവിനാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളും നശ്വരങ്ങളാണ്, നശിച്ചു പോകുന്നതാണ്. അവയിലാണ് മനുഷ്യൻ പെട്ടുകിടക്കുന്നത്. ഇതിൽ നിന്ന് പരിഹരിക്കാൻ ഈശ്വരനിലേക്ക് മടങ്ങുക, ഭക്തിയിലേക്ക് മടങ്ങുക, അത് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു ആനുകാലിക പ്രശ്നമാണ് ഇന്നത്തെ മനുഷ്യന്റെ രോഗങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഈ ഭക്ഷണ സംബന്ധിയായ രോഗങ്ങളാണ്. ഭക്ഷണത്തിനുള്ള ആർത്തി അവിടെ ഒട്ടും കുറവല്ല. അപ്പൊ മനുഷ്യ രോഗങ്ങളെ, ദുരിതങ്ങളെ, പിന്നെ ഒരുപാട് മാനസിക സംഘർഷങ്ങളെ, കഷ്ടപ്പാടുകളെ, മരണങ്ങളെ, അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് കടങ്ങളെ, ഇങ്ങനെ ഒരുപാട് പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ് നമ്മുടെ കേരള ജനത. അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം ഒരു വിധത്തിൽ നമ്മൾ തന്നെയാണ്. നമ്മൾ ഇന്നലെ വരെ ചെയ്ത പ്രശ്നങ്ങളിലെ റിസൾട്ടാണ് ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളും ഉണ്ട്. നമ്മൾ പൂർവ്വജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ജന്മത്തിൽ വലിയ കുഴപ്പമില്ല, ജീവിക്കാം. അതുപോലെ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഗർഭപാത്രത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുമ്പോൾ 280 ദിവസം കൊണ്ട് ഭഗവാൻ നമ്മുടെ ജാതകം എഴുതുന്നതാണ്. നമ്മുടെ സുഖദുഃഖങ്ങളും നമ്മുടെ ഭാവി എല്ലാം പ്രവചിച്ചല്ല എല്ലാം തയ്യാറാക്കിയാണ് ഇങ്ങോട്ട് വിടുന്നത്. പക്ഷെ ഭഗവാൻ ഈ ജാതകം എഴുതുന്നെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളുടെ ആ കർമ്മഫലത്തിന്റെ റിസൾട്ട് നോക്കിയാണ് ഈ ജന്മം ചിട്ടപ്പെടുന്നത്. അതനുസരിച്ചാണ് നമുക്ക് ഒരു ജീവിതം കിട്ടുന്നത്. അപ്പൊ എന്നും നമുക്ക് പ്രശ്നങ്ങളാണെങ്കിൽ, എന്നും നമുക്ക് ദുഃഖവും ദുരിതവും മനസ്സമാധാനമില്ല, രോഗങ്ങളും ആണെങ്കിൽ നമുക്ക് പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നത്തിനും പരിഹാരമില്ലാതെ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഏക പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പരിഹാരമുള്ളൂ. നമ്മൾ നമ്മളിലേക്ക് തിരിയുക. നമ്മുടെ ഉള്ളിൽ പ്രാണനായിരിക്കുന്ന, ജീവനായിരിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ മാതൃഗർഭം മുതൽ ഭൂഗർഭം വരെ ഇരിക്കുന്ന ഭഗവാനിലേക്ക് തിരിയുക. ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭക്തിയിലേക്ക് വരിക, കർമ്മത്തിലേക്ക് വരിക, ജ്ഞാനത്തിലേക്ക് വരിക. ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ഈശ്വരചിന്ത മാത്രമേ ഉള്ളൂ നമുക്ക് ശാശ്വതമായിട്ടുള്ള, വേറെ ഒന്നും നമുക്ക് ശാശ്വതമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സർവധർമാൻ പരിത്യജ മാമേക ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാം ശുച. അതായത് എല്ലാ ധർമ്മങ്ങളും, എല്ലാ കർമ്മങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ പ്രശ്നങ്ങളും ഉപേക്ഷിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യുക. എല്ലാ പ്രശ്നങ്ങളും മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് അത് ഭഗവാന്റെ ചരണങ്ങളിലേക്ക് വിടുക. എന്നിട്ട് ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാ പാപങ്ങളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ നമുക്ക് പരിഹരിച്ച് തരികയും നമുക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയല്ല, നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന്റെ അവസ്ഥയാണ്. മനസ്സിന് ശാന്തിയും സമാനവും സന്തോഷവും കിട്ടി നമ്മൾ ഈ ജീവിതം എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പേടിയില്ല, മക്കളെ കുറിച്ചുള്ള ആകുലതകളില്ല, വ്യാകുലതകളില്ല, ജനനത്തെ കുറിച്ച് ചിന്തയില്ല, മരണത്തെ കുറിച്ച് ചിന്തയില്ല, യാതൊന്നിനെ കുറിച്ച് ചിന്തയില്ലാതെ പരമാനന്ദ ശാന്തിയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമ്മൾ ജീവിക്കുന്നതാണ് സ്വർഗം അഥവാ മോക്ഷം. അതിനെ മുക്തി എന്നും പറയും. അപ്പൊ ഇത് നമുക്ക് കിട്ടണമെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വേണമെങ്കിൽ, നമ്മളൊരു മോക്ഷാർത്ഥിയാണെങ്കിൽ, നമുക്ക് മോക്ഷത്തിനോട് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ല ഇനിയുള്ള ജീവിതങ്ങളിൽ ടെൻഷൻ അടിക്കാതെ മനസ്സമാനത്തോട് ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾക്ക് അതിനെ ഒരേ ഒരു പരിഹാരം, അല്ലെ ഒരേ ഒരു മാർഗം ഇതാണ്: സർവധർമാൻ പരിത്യജ മാമേക ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും, എല്ലാ കർമ്മങ്ങളും എല്ലാം പരിത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുക. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിക്കുക. അഹം ത്വാം സർവപാപേഭ്യ. ഭഗവാൻ സർവ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും. മോക്ഷയിഷ്യാമി മാം ശുച. ഇതാണ് ഇന്നത്തെ പാഠം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ. ജയ് വിശ്വമാതാ വസുന്ധര ദേവി.